ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റർ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ ഒക്കെ നമ്മൾ പറഞ്ഞു. ഡി സി ജനറേറ്ററിന്റെ എക്സൈറ്റേഷന്റെ അടിസ്ഥാനത്തിൽ എന്താണ് എക്സൈറ്റേഷൻ എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എക്സൈറ്റേഷന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്നും സെൽഫ് എക്സൈറ്റഡ് എന്നും. അതിൽ സെൽഫ് എക്സൈറ്റഡ് എന്താന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിനെ പറ്റിയിട്ടാണ്. ഈ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് സെൽഫ് എക്സൈറ്റഡിനെ പറ്റിയിട്ടാണ്. ഞാൻ ആക്ച്വലി കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയായിരുന്നു, എഴുതിക്കഴിഞ്ഞാണ് ഓർത്തത് ഇത് റെക്കോർഡ് ചെയ്തില്ലെന്ന്. സോ ഒന്നുകൂടെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എടുത്തപ്പോൾ അവിടെ എന്തുണ്ടായി? ഒരു സെപ്പറേറ്റ് വോൾട്ടേജ് സോഴ്സ് ഉണ്ടായി. എന്തിന്? നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഒന്നുകൂടെ നോക്കുക എന്താണ് എക്സൈറ്റേഷൻ എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ നമ്മൾ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിലോ അവിടെ അങ്ങനെയുള്ള അറേഞ്ച്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ അർമേച്ചർ കറണ്ട് മാത്രം മതി ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ. ഇൻ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ അർമേച്ചർ കറണ്ട് ഇറ്റ് സെൽഫ് എക്സൈറ്റ് ദ ഫീൽഡ് വൈൻഡിങ് ഓഫ് ദ ഡി സി ജനറേറ്റർ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. ആണല്ലോ? ആണ്. സോ എങ്ങനെയാണ് ഈ അർമേച്ചർ കറണ്ട് ഉണ്ടാവുന്നത്? ആകാശത്ത് നിന്ന് നൂല് കെട്ടി ഇറങ്ങിയതാണോ അതോ ഓടിളക്കി ഇറങ്ങിയതാണോ? അല്ല. അർമേച്ചർ കറണ്ട് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അർമേച്ചർ കറണ്ട് ഉണ്ടാവണമെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ അർമേച്ചർ കറണ്ടും വേണം. എന്താ? അർമേച്ചർ കറണ്ട് ഉണ്ടാവണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വേണം, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ അർമേച്ചർ കറണ്ട് വേണം. സോ ഹിയർ ഇസ് എ സം കോൺട്രഡിക്ഷൻ ഇൻ ദിസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ എന്തോന്നാ ഇത് അല്ലേ? എന്തോന്ന് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലേക്ക് വന്നു. എന്ത് തേങ്ങ അല്ലേ? എന്ത് തേങ്ങയാണിത് എന്ന് നമ്മൾ ഓർക്കുവാണ്. അതായത് അർമേച്ചർ കറണ്ട് ഉണ്ടാവണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് വേണം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ അർമേച്ചർ കറണ്ട് ഉണ്ടാവണം. എന്ത് തേങ്ങയാണിത്? ഓക്കെ, അപ്പൊ ഇത് എന്താണ്? അപ്പൊ എങ്ങനെയാണ് സെൽഫ് എക്സൈറ്റഡിൽ ഇ എം എഫ് ഉണ്ടാവുന്നത്? നമ്മൾ സെപ്പറേറ്റ്ലി പറഞ്ഞായിരുന്നു. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡി സി സപ്ലൈ നമ്മൾ കൊടുക്കുന്നു, അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു, പ്രൈം മൂവർ വെച്ച് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, അവിടെ ഫാരഡേയുടെ നിയമപ്രകാരം ജനറേറ്റഡ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ വന്നു. പക്ഷെ നമുക്ക് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിൽ നമുക്കൊരു ജനറേറ്റഡ് ഇ എം എഫ് വേണം. അപ്പൊ ഈ ഒരു കേസിൽ എങ്ങനെയാണ് സെൽഫ് എക്സൈറ്റഡിൽ ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നത്? ഹൗ ഇ എം എഫ് ബിൽഡപ്പ് ഇൻ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എങ്ങനെയായിരിക്കും? കൺഫ്യൂഷൻ ആയി. അർമേച്ചർ കറണ്ട് നേരത്തെ നമ്മളോട് വാക്ക് പറഞ്ഞതാ, ഞാൻ അങ്ങ് എക്സൈറ്റ് ചെയ്യിപ്പിച്ചോളാം, ഞാൻ അങ്ങ് ഒലത്തിയേക്കാം, ഞാൻ എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും ജനറേറ്റഡ് ഇ എം എഫ് ഒക്കെ ഉണ്ടാകുന്നു. പക്ഷെ പ്രശ്നം എന്താ? അർമേച്ചർ കറണ്ട് എക്സൈറ്റ് ഉണ്ടാകണമെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം, പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ അർമേച്ചർ കറണ്ട് വേണം. കേട്ടിട്ട് തന്നെ കൺഫ്യൂഷൻ ആയി. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? എന്തായിരിക്കും? How do we get, or how does the EMF build up in the self-excited DC generator? സംഭവം ഇത്രേ ഉള്ളൂ. നമുക്ക് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിൽ ഇ എം എഫ് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതർവൈസ് എന്ത് ചെയ്യും? ഇ എം എഫ് അത് ഫെയിൽ ചെയ്യും. ഇ എം എഫ് ബിൽഡപ്പ് നടക്കില്ല. സോ ഇൻ സെൽഫ് എക്സൈറ്റഡ് DC generator, to build up voltage, ഇവിടെ നിങ്ങൾ എഴുതണം, in order to build up the self excited DC generator നമുക്ക് എന്ത് ചെയ്യണം? some conditions satisfy ചെയ്യണം. അപ്പോൾ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഇ എം എഫ് ബിൽഡപ്പ് ചെയ്യുള്ളൂ. അതർവൈസ് എന്തായിരിക്കും? ഇ എം എഫ് ബിൽഡപ്പ് ചെയ്യില്ല.
കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇ എം എഫ് ജനറേറ്റ് ചെയ്യില്ല. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ഇ എം എഫ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ 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 ഫൈൻ. ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം. എനിക്ക് എന്താണേലും എന്താണ് ഇ ജി ജനറേറ്റർ വോൾട്ടേജ് വേണം. അപ്പം നിങ്ങൾ എന്നാ കണ്ടീഷൻ പറഞ്ഞാലും ഞാൻ ആ കണ്ടീഷൻ അനുസരിക്കാൻ തയ്യാറാണ്. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ അങ്ങപ്പോൾ വെക്കും. എൻ്റെ മുമ്പിൽ വരുന്ന ഫസ്റ്റ് കണ്ടീഷൻ ആണ് കണ്ടീഷൻ നമ്പർ 1. എന്താണ് കണ്ടീഷൻ നമ്പർ 1 എന്നറിയാമോ? കണ്ടീഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, field poles should have residual flux. Field poles should have residual flux. Residual flux നെ നമ്മൾ phi r എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫീൽഡ് പോൾസിന് ഒരു റെസിഡ്യൂവൽ ഫ്ലക്സ് വേണം. അങ്ങനെ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഒരു കണ്ടീഷനെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സോ ഇവിടെ നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്, വാട്ട് യു മീൻ ബൈ റെസിഡ്യൂവൽ ഫ്ലക്സ്? എന്താണ് ഈ റെസിഡ്യൂവൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലക്സ്. ഇറ്റ് ഈസ് എ small amount of flux present in any magnetic material without any magnetization current or magnetizing current അല്ലെങ്കിൽ without any excitation എന്ന് നമുക്ക് പറയാം. without any excitation എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്താണ് എക്സൈറ്റേഷൻ എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല, അത് മുമ്പത്തെ വീഡിയോ കാണണം. അപ്പൊ നമ്മൾ എന്താ phi r എന്ന് പറഞ്ഞാൽ, റെസിഡ്യൂവൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൈറ്റേഷൻ ഒന്നും കൊടുക്കാതെ തന്നെ അവിടെ ഓൾറെഡി ഒരു ചെറിയ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരിക്കണം. എക്സൈറ്റേഷൻ ഒന്നും കൊടുക്കാതെ തന്നെ ഒരു ചെറിയ മാഗ്നറ്റിക് ഫ്ലക്സ് ഓൾറെഡി നമ്മുടെ മെറ്റീരിയലിൽ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിഡ്യൂവൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് സപ്പോസ് എന്താന്ന് ചോദിച്ചെങ്കിൽ ഇതെന്താ ഇവർ മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചെങ്കിൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതെന്താണ് ഇവർ മീൻ ചെയ്തത് എന്ന് ചോദിച്ചെങ്കിൽ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ശ്രദ്ധിച്ചോ, ഗ്രാഫ് എന്ന് വരച്ചോട്ടെ. അതായത് നമ്മളിപ്പോ എന്താണ് റെസിഡ്യൂവൽ ഫ്ലക്സ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഒരു ഗ്രാഫ് വരച്ചു എന്ന് വെച്ചോ. ഒരു ഗ്രാഫ് നമ്മളിവിടെ വരയ്ക്കുകയാണ്. ആരൊക്കെ തമ്മിലുള്ള ഫ്ലക്സും ഫീൽഡ് ഫ്ലക്സും അതുപോലെ തന്നെ ഫീൽഡ് കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു എന്ന് വെച്ചു. അപ്പൊ എന്താണ് ഈ റെസിഡ്യൂവൽ ഫ്ലക്സ് എന്ന് ചോദിച്ചെങ്കിൽ, നമ്മൾ എക്സൈറ്റേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മെറ്റീരിയലില് കുറച്ച് ഫ്ലക്സ് ഉണ്ടായിരിക്കണം. ആ ഫ്ലക്സിനെയാണ് നമ്മൾ റെസിഡ്യൂവൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതാണ് ആ ഫ്ലക്സ്. അതായത് നമ്മൾ എക്സൈറ്റേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, എന്നിട്ട് പോലും ഇത്രയധികം ഫ്ലക്സ് ഉണ്ട്. എക്സൈറ്റേഷൻ കൊടുത്താൽ ഇങ്ങോട്ടേക്ക് കയറും. എക്സൈറ്റേഷൻ കൊടുക്കാതെ തന്നെ ഇത്രയധികം ഫ്ലക്സ് നമ്മുടെ മെറ്റീരിയലിലുണ്ട്. ആ ഫ്ലക്സിനെയാണ് നമ്മൾ phi r എന്ന് പറയുന്നത്. ഇപ്പം ഇമേജ് വരച്ചപ്പോഴത്തേക്കും ഇതില് ഓൾമോസ്റ്റ് ഒരു കാൽഭാഗത്തോളം റെസിഡ്യൂവൽ ഫ്ലക്സ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ സ്മോൾ ആണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ സ്മോൾ എമൗണ്ട്. നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത്രയും വലുതാക്കി വരച്ചെന്നേ ഉള്ളൂ. സോ അപ്പൊ ഇതെന്താ ഞാൻ പറഞ്ഞത്, വിത്തൗട്ട് എനി കറണ്ട് there is a small amount of flux present in the material. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിഡ്യൂവൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, without any current there is some amount of flux present in the material. This flux is known as what? Residual flux. ഓക്കെ ആണല്ലോ, ഇതിനെയാണ് നമ്മൾ റെസിഡ്യൂവൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഒരു പ്രശ്നം, നമ്മളോട് ഒരു കണ്ടീഷൻ ആണ് പറഞ്ഞത്, ഫീൽഡ് പോൾസ് എക്സൈറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് EMF ബിൽഡപ്പ് ആവണമെങ്കിൽ എന്ത് വേണം, റെസിഡ്യൂവൽ ഫ്ലക്സ് വേണം. അപ്പൊ റെസിഡ്യൂവൽ ഫ്ലക്സ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സപ്പോസ് ഇഫ് there is no phi r in the machine, റെസിഡ്യൂവൽ ഫ്ലക്സ് ഇല്ല എന്ന് വിചാരിക്കൂ. അപ്പൊ എന്ത് ചെയ്യും?
അപ്പൊ നമ്മൾ ഈ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്ററിന്റെ അടുത്ത് പള്ളയെ കളയണോ? അല്ല. നമ്മളവിടെ എന്ത് ചെയ്യണം? ഈ φr റെസിഡ്യൂവൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ റെസിഡ്യൂവൽ ഫ്ലക്സ് ഇല്ല, മെഷീനിലെ റെസിഡ്യൂവൽ ഫ്ലക്സ് ഇല്ല എങ്കിൽ നമ്മൾ പറഞ്ഞു ഷുഡ് ഹാവ് റെസിഡ്യൂവൽ, നിർബന്ധമായിട്ടുണ്ടാവണം. റെസിഡ്യൂവൽ ഫ്ലക്സ് ഇല്ലെങ്കിൽ എന്താണ്, ജനറേറ്ററിനെ എടുത്തിട്ട് പൊട്ടിക്കണോ? എന്താണ്, പള്ളക്കളയണോ? എറിയണോ? വേണ്ട, എറിയൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? φr ഉണ്ടാക്കിയാൽ മതി അല്ലേ? φr ഉണ്ടാക്കണം. എങ്ങനെ നമുക്ക് φr ഉണ്ടാക്കാം? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെ നമുക്ക് φr ഉണ്ടാക്കാം? പക്ഷെ എങ്ങനെ നമുക്ക് φr ഉണ്ടാക്കാം? φr ഉണ്ടാക്കുന്ന പരിപാടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ്. ബൈ ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ്. അപ്പൊ നമ്മൾ കണ്ടീഷൻ നമ്പർ 1 നമ്മൾ പറഞ്ഞു φr ഉണ്ടാവണം. φr ഇല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് φr ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾക്ക് ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് എന്താണെന്ന് അറിയണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നേ ഉള്ളൂ. പറയാം എന്താണ് ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് എന്ന്. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് എന്താണ് ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് എന്ന് ചോദിച്ചെങ്കിൽ, നമുക്കിവിടെ എന്തുണ്ട്? ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. നമ്മുടെ മെഷീന്റെ ഫീൽഡ് വൈൻഡിങ് നമ്മൾ ഇവിടെ എടുത്തു. നമ്മൾ ഇങ്ങനെ പറിച്ചെടുത്തു എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഫീൽഡ് വൈൻഡിങ് എഫ്, ഇത് എഫ് ഡാഷ് ആണെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ മെഷീന്റെ ഫീൽഡ് വൈൻഡിങ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചെങ്കിൽ, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് സോഴ്സിനെ ഉപയോഗിച്ച് ഇതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്. എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു DC സപ്ലൈ യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. സെൽഫ് എക്സൈറ്റഡ് ആണ്. നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൽ ചെയ്ത പോലെ തന്നെ ഒരു സെപ്പറേറ്റ് ആയ ഒരു DC സപ്ലൈ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു സ്വിച്ച് ഒക്കെ നമ്മൾ സാധാരണ ഇതിൽ കണക്ട് ചെയ്യാറുണ്ട്. ഒരു സ്വിച്ച് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് പോവാറ്. ഓക്കെ, ഫീൽഡ് വൈൻഡിങ് എടുത്തു, അതിനെ സെപ്പറേറ്റ് ഒരു DC സപ്ലൈയിൽ എടുത്തിട്ട് ഒരു സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനീഷ്യലി നമ്മുടെ സ്വിച്ച് ഞാൻ അടച്ചിട്ടില്ല. ഇനീഷ്യലി ഓഫ് ആണെന്ന് വിചാരിച്ചു. ഇനീഷ്യലി ഓഫ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഫീൽഡിലൂടെ IF, ഇതാണ് നമ്മുടെ IF അല്ലെ? ഇനീഷ്യലി നമ്മുടെ സ്വിച്ച് അടച്ചിട്ടില്ല. അപ്പോ φf ന്റെ വാല്യൂ എന്തായിരിക്കും? 0. ഓക്കെ, φf ന്റെ വാല്യൂ 0 ആയിരിക്കും. φf ന്റെ വാല്യൂ 0 ആണെങ്കിൽ, IF ന്റെ വാല്യൂ 0 ആണെങ്കിൽ φf ന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കറണ്ട് 0 ആണെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവുമോ? ഇല്ല. ഇനി ഫൈനലി, ഇനീഷ്യലി ഉള്ള കാര്യമാണ് നമ്മളിത് പറയുന്നത്. ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വിച്ച് അടച്ചു എന്ന് വിചാരിക്കും. സ്വിച്ച് അടച്ചെങ്കിൽ IF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? IF എന്ന് പറയുന്നത് 0 അല്ല. ഓക്കെ, IF എന്ന് പറയുന്നത് 0 അല്ല, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഫൈൻ. അപ്പൊ എന്ത് ചെയ്യും? IF ഈ ഫീൽഡ് വൈൻഡിങ്ങിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകുന്ന MMF എങ്ങനെയായിരിക്കും? നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കലിൽ പഠിച്ചാണ്. MMF എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് പാസ് ത്രൂ ദ വൈൻഡിങ്. നമ്പർ ഓഫ് ടേൺസിനെ നമ്മൾ TF എന്ന് വിളിക്കുകയാണ്. ദിസ് ഇസ് വാട്ട് നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ഫീൽഡ് വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസിനെയാണ് നമ്മൾ ഇത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇൻറ്റു വാട്ട്? ഇൻറ്റു അതിലൂടെ ഉള്ള കറണ്ട്. ഇതാണ് നമ്മുടെ MMF എന്ന് പറയുന്നത്. റൈറ്റ്? യെസ്. ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? MMF ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ്. MMF എന്ന് പറഞ്ഞാൽ എന്താണ്? IF ഇൻറ്റു TF ഇത് T ആണ്. TF ഇൻറ്റു IF ഡിവൈഡഡ് ബൈ R. ദിസ് ഈസ് റിലക്റ്റൻസ്.
ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ MMF റിലക്റ്റൻസ് അല്ലേ. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഇക്വേഷനിൽ നമുക്ക് എഴുതാവുന്ന ഒരു കാര്യമാണ് IF ന്റെ വാല്യൂ. അതായത് ഇപ്പൊ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്തു, സ്വിച്ച് അടച്ച IF കൂടുമല്ലോ, IF കൂടും. IF കൂടിയാൽ സ്വാഭാവികമായിട്ട് എന്ത് കൂടും? Phi F ന്റെ വാല്യൂ കൂടും. Phi F എന്ത് ചെയ്യുന്നു? സോ IF കൂടുമ്പോൾ Phi F കൂടും. എങ്ങനെ? ലീനിയർ ആയിട്ടാണ് കൂടുന്നത്. ലീനിയർലി ഇൻക്രീസസ്. എന്ത്? Phi F will linearly increases up to saturation point. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. up to saturation point. സാച്ചുറേഷൻ പോയിന്റ് വരെ ഇത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സാച്ചുറേഷൻ പോയിന്റ് വരെ. ഓക്കെ ഫൈൻ. സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സാച്ചുറേഷൻ പോയിന്റ് വരെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വിച്ചിന്റെ കണക്ഷൻ നമ്മൾ വിടിപ്പിക്കുകയാണ്. സ്വിച്ച് ഓപ്പൺ ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഫീൽഡ് വൈൻഡിങ്ങിലൂടെ കറണ്ട് പോകുമോ? ഇല്ല, കറണ്ട് പോവില്ല. അപ്പോ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആ കറണ്ട് അല്ലെങ്കിൽ ആ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറഞ്ഞ് വീണ്ടും സീറോയിലേക്ക് വരും. ഫൈൻ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നതെന്ന്. ഇതാണ് നമ്മുടെ Phi F എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ Phi F. ഇതാണ് നമ്മുടെ IF എന്ന് പറയുന്നത്. You know that എന്ത് നമുക്കറിയാം? കറണ്ട് ഒന്നും കൊടുക്കാതെ തന്നെ ഇവിടെ ഒരു എന്തുണ്ടായിരിക്കണം? Phi R ഉണ്ടായിരിക്കണം. ഓക്കെ, Phi R ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കും. ഫൈൻ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചെങ്കിൽ ഫസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് ഫീൽഡ് കറണ്ട് 0 ആയിരുന്നു. ഇനീഷ്യലി ഫീൽഡ് കറണ്ട് എന്തായിരുന്നു? നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇനീഷ്യലി ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരുന്നു. അപ്പൊ ഫൈയും 0 ആയിരുന്നു. ഓക്കെ, അത് ഇനീഷ്യലി 0 ആയിരുന്നു. അത് എന്ത് ചെയ്യുന്നു? പിന്നെ അത് ഇൻക്രീസ് ചെയ്ത് ലീനിയർ ആയിട്ടാണ് ഇവർ ഇൻക്രീസ് ചെയ്ത് ഒരു പോയിന്റ് വരെ ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും? അത് കഴിഞ്ഞിട്ട് അത് കോൺസ്റ്റന്റ് ആയി പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെയായിരിക്കും. ഈ പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. സാച്ചുറേഷൻ പോയിന്റ് വരെ അത് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും അപ് ടു സാച്ചുറേഷൻ പോയിന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യാണ്. സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഈ സാധനം തിരിച്ച് സീറോയിലേക്ക് വരണം. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. തിരിച്ച് സീറോയിലേക്ക് വരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ആ വരുന്നത് ഈ സെയിം പാത്തിലൂടെ അല്ല. ഈ സെയിം പാത്തിലൂടെ തിരിച്ചു വരില്ല. അതായത് കൂടിയത് ഈ പാത്തിലൂടെ ആണെങ്കിൽ കുറയുന്നത് ഇതേ പാത്തിലൂടെ ആയിരിക്കില്ല. അവർ വരുന്നത് മറ്റൊരു പാത്തിലൂടെ ആയിരിക്കും. മനസ്സിലായോ? മറ്റൊരു പാത്തിലൂടെ ആയിരിക്കും. അത് സീറോയിൽ വരുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷെ സീറോയിലല്ല. നമ്മുടെ റെസിഡ്യൂവൽ ഫ്ലക്സ് ഉണ്ടല്ലോ, ആ വാല്യൂ വരെ ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? ഇങ്ങോട്ട് പോകുന്നത് ഒരു പാത്തില്, ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് മറ്റൊരു പാത്തിലാണ്, അല്ലാതെ സെയിം പാത്തിലല്ല. ഓൾസോ സീറോയിലേക്ക് നമ്മൾ വരും. സ്വിച്ച് ഓഫ് ആക്കുമ്പോഴത്തേക്കും സീറോയിലേക്ക് വരും നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ സീറോയിലേക്ക് അല്ല വരുന്നത്, നമ്മുടെ Phi R ന്റെ ആ ഒരു പൊസിഷനിലേക്കാണ് വരുന്നത്. ഫൈൻ. അപ്പോ ഈ ഒരു മെത്തേഡിനെയാണ് ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫൈൻ. ഇതിനെയാണ് നമ്മൾ ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ എന്താ ഞാൻ പറഞ്ഞത്? ഇൻ ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് ഫീൽഡ് വൈൻഡിങ് എന്തായിരിക്കും? നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു നോട്ട് പോലെ വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതി തരാം. ഒരു നോട്ട് പോലെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. അതിന് മുമ്പ് ഈ റബ്ബറിന്റെ എന്തോന്നിത്? റബ്ബറിന്റെ വലുപ്പം ഒന്ന് ഞാൻ കൊട്ടിട്ട് പെട്ടെന്ന് എനിക്കങ്ങ് മായ്ച്ചു. ഒരു നോട്ട് പോലെ ഞാൻ വേണേ തരാം. ചുമ്മാ ഇരുന്ന് വായിച്ചോ, വേറെ പണിയൊന്നുമില്ല. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? in field flashing method ല്
the field winding is excited by the separate voltage source. Separate ഒരു voltage source വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, excite ചെയ്യിപ്പിച്ചു. nearly about ഒരു 40 to 30 minutes അല്ലെങ്കിൽ ഒരു 20 to 30 minutes നമ്മൾ എന്ത് ചെയ്തു, ഇത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു. So after when switch is closed, switch is closed, then after എന്ത് സംഭവിക്കും, കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആവും. ഫൈൻ. അപ്പൊ എന്താ സംഭവിച്ചത്, ഇനീഷ്യലി IF ന്റെ വാല്യൂ 0 ആയിരുന്നു. അപ്പോ phi-f എന്ന് പറയുന്നത് 0 ആയി. ഫൈനലി IF ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു. ആൻഡ് phi-f എന്ന് പറയുന്നത് phi-r ആയി. ഫൈൻ. അപ്പൊ എന്താ, ഇതാണ് സംഭവം. അതായത് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു, സ്വിച്ച് തുറന്നിട്ടേക്കുമായിരുന്നു. അപ്പോൾ IF ന്റെ വാല്യൂ 0 ആണ്, phi-f ന്റെ വാല്യൂ 0 ആണ്. ഫൈനലി പിന്നെ നമ്മൾ സ്വിച്ച് ഓപ്പൺ ചെയ്തു. അപ്പോൾ phi-f ഇങ്ങനെ കൂടി വന്നു അപ് ടു സാച്ചുറേഷൻ പോയിന്റ് വരെ. ദെൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, സ്വിച്ചിനെ ഓപ്പൺ ആക്കിയപ്പം ഫൈനലി നമ്മൾ വീണ്ടും സ്വിച്ചിനെ ഓപ്പൺ ആക്കി. അപ്പൊ IF ഇങ്ങനെ 0 ആയിലേക്ക് വന്നു. പക്ഷെ phi-f എന്തായി, phi-f വേറെ ഏതോ ഒരു പോയിന്റ് വരെയാണ് വന്നത്. ഓക്കെ, ഈ പോയിന്റ് ഇപ്പൊ phi-r ആണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഓക്കെ, ഞാൻ നേരത്തെ phi-r എന്ന് പറഞ്ഞായിരുന്നു. നിലവിൽ ഇപ്പോ ഇത് സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്വിച്ച് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വേറൊരു പാത്തിലൂടെ വേറെ എവിടെയോ വന്ന് നിപ്പുണ്ട്, y ആക്സിസിൽ വേറെ എവിടെയോ വന്ന് നിപ്പുണ്ട്. അത് എന്താന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ആ ഇനീഷ്യൽ കണ്ടീഷനും ഫൈനൽ കണ്ടീഷനും വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഫൈനലി വന്ന് നിൽക്കുന്ന ആ വാല്യൂ അത് 0-യിലല്ല. ആ വാല്യൂവിനെയാണ് നമ്മൾ റെസിഡ്യൂവൽ ഫ്ലക്സ് phi-r എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫീൽഡ് ഫ്ലാഷിംഗ് മെത്തേഡ് വഴി ഇല്ലാത്ത phi-r-നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ നമ്പർ 1. ഇതൊന്നും എന്താണ് നമ്മുടെ കണ്ടീഷൻ നമ്പർ 1 എന്താ നമ്മൾ പറഞ്ഞേ, കണ്ടീഷൻ നമ്പർ 1 പറഞ്ഞത് ഫീൽഡ് പോൾസിൽ ഒരു റെസിഡ്യൂവൽ ഫ്ലക്സ് വേണം. റെസിഡ്യൂവൽ ഫ്ലക്സ് ഇല്ലെങ്കിൽ EMF ബിൽഡപ്പ് ചെയ്യാൻ. റെസിഡ്യൂവൽ ഫ്ലക്സ് ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. കണ്ടീഷൻ നമ്പർ 2 എന്താണെന്നറിയോ? കണ്ടീഷൻ നമ്പർ 2 എന്താണെന്നറിയോ നിങ്ങൾക്ക്? കണ്ടീഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാല് എന്താണ്, the field winding terminal should be properly connected to the armature winding terminal. So in such a way that initial field flux is aiding the existing residual field flux, otherwise the machine cannot build up a voltage in self-excited DC generator. എന്താന്നുള്ള കാര്യം വല്ലതും മനസ്സിലായോ? ഇല്ല. എന്താ കണ്ടീഷൻ 2 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മളത് ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടേക്ക് DC ഷണ്ട് ജനറേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സാമ്പിൾ കേസിൽ നമ്മൾ എടുത്തു. സോ ഇവിടെ നമ്മുടെ ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, ഇവിടെ നമ്മുടെ ആർമേച്ചർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻ.